ചില കഥകൾ വായിക്കുമ്പോൾ അതിൻ്റെ കഥാപാത്രങ്ങളും അതിലെ ഓരോ സീനുകളും നമ്മളുടെ മനസ്സിലേക്ക് വരുന്ന പോലെ നമുക്ക് തോന്നാറില്ലേ? അതേപോലെ ചില ആപ്പുകളും വെബ്സൈറ്റുകളും ഉപയോഗിക്കുമ്പോൾ അത് കുറച്ച് എളുപ്പമാണെന്നോ അല്ലെ തിരിച്ച് ബുദ്ധിമുട്ടാണെന്നോ തോന്നാറുണ്ട്. കഥകളുടെ കാര്യത്തിൽ അത് എഴുത്തിൻ്റെ മനോഹാരിതയായിരുന്നെങ്കിൽ ഇവിടെ അത് യൂസർ എക്സ്പീരിയൻസിൻ്റേതാണ്. വൈ യു എക്സ് മാറ്റേഴ്സ്? എന്തുകൊണ്ട് യു എക്സിന് പ്രാധാന്യമുണ്ട്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോഴേ ഒരു ഉത്തരമാവുകയുള്ളൂ. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ പേടിഎം സൗണ്ട് ബോക്സ് എന്നൊരു വസ്തു നമുക്ക് ഏവർക്കും പരിചയമുണ്ട് ഇല്ലേ? പണ്ട് പൈസ ഇട്ടു എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിച്ചു പോകുന്നതിന് ആൾക്കാർ കബളിക്കപ്പെടുമായിരുന്നു. അപ്പോൾ അതിൽ നിന്നും ആ ഒരു യു എക്സ് പ്രോബ്ലത്തിൽ നിന്നും ബിസിനസ്സുകാർക്ക് ഒരു സൊല്യൂഷൻ കൊടുത്ത വസ്തുവാണ് പേടിഎം സൗണ്ട് ബോക്സ്. സോ ആദ്യമൊക്കെ ഒരുപാട് പേര് എതിർത്തെങ്കിലും പിന്നീട് ഈ പേടിഎം സൗണ്ട് ബോക്സ് അന്വേഷിച്ച് ആൾക്കാർ പോവുകയും അത് അവരെ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കുകയും ചെയ്യാൻ തുടങ്ങി. അതായത് നിലവിലുണ്ടായിരുന്ന ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ പേടിഎം കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് UPI ആപ്പുകൾ ഉണ്ടെങ്കിലും അതിൽ നിന്നുമൊക്കെ പേടിഎമ്മിന് ആ സമയത്ത് ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ലഭിച്ചിരുന്നു. സോ യു എക്സ് കോൺസെൻട്രേറ്റ് ചെയ്തപ്പോഴാണ് പേടിഎം എന്ന കമ്പനിക്ക് ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഇത്രയും UPI ആപ്പുകളുടെ ഇടയിൽ നിന്നും ലഭിച്ചത്. സോ യൂസർ എക്സ്പീരിയൻസ് ഡിസൈൻ എന്ന് പറയുന്നത് തുടക്കത്തിലെ തന്നെ യൂസബിലിറ്റി ഇഷ്യൂസ് കണ്ടെത്തി അത് ഫിക്സ് ചെയ്യുന്നതുകൊണ്ട് ഒരു ആപ്പ് അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തതിന് ശേഷം, അതായത് ഡെവലപ്മെൻറ്റിന് ശേഷം യൂസബിലിറ്റി ഇഷ്യൂസ് ഫൈൻഡ് ചെയ്യുക, അത് ഫിക്സ് ചെയ്യുക എന്ന വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ജോബ് ചെയ്യേണ്ടി വരില്ല. സോ ബെറ്റർ ആയിട്ടുള്ള സർവീസ് വളരെ ഫാസ്റ്റായിട്ട് യൂസറിലേക്ക് എത്തിക്കുന്നതിലൂടെ ഹൈ റിട്ടൻഷൻ റേറ്റ്, അതേപോലെ ഹൈ റേറ്റ് ഓഫ് കൺവേർഷൻ, സോ അതുകൊണ്ട് തന്നെ ഹൈ ബിസിനസ് സക്സസ് നമുക്ക് യൂസർ എക്സ്പീരിയൻസ് തരും. സോ ചുരുക്കി പറഞ്ഞാൽ ബെറ്റർ UX ഈക്വൽ ടു ബെറ്റർ ബിസിനസ് സക്സസ്.